ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ തട്ടിപ്പിൽ പുതിയ സംശയങ്ങളും അട്ടിമറിയും ശക്തമായി. ദ്വാരപാലക പാളി അഴിച്ചെടുത്ത് 1 മാസം കഴിഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശാൻ ചെന്നൈയിൽ എത്തിച്ചതെന്ന് മുൻ തിരുവാഭരണം കമ്മീഷണറുടെ വെളിപ്പെടുത്തൽ. ദ്വാരപാലക പാളി ചെമ്പാണ് എന്ന് വ്യക്തമാക്കി സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് 2019 നിയമവിരുദ്ധമായി ഉത്തരവിറക്കിയിരുന്നു. ഉത്തരവ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. താൻ ചുമതലയേറ്റ ശേഷം നടന്ന സ്വർണം പൂശലിൽ കൃത്യമായ രേഖയുണ്ടെന്നും വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട് എന്നും RJ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തി. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ തൂക്കം കുറഞ്ഞത് വലിയ ചർച്ചാ വിഷയമാവുകയും കോടതിയിൽ നിയമവിഷയമായി മാറിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ 2019 കാലത്ത് തിരുവാഭരണം കമ്മീഷണറായിരുന്ന RJ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു. സാറ് തിരുവാഭരണം കമ്മീഷണറായി ചുമതലയെടുക്കുമ്പോൾ ഈ ദ്വാരപാലക ശില്പം ശബരിമല ശ്രീകോവിലിൽ നിന്ന് അഴിച്ചു മാറ്റി കഴിഞ്ഞിരുന്നു. അതെ, ഞാൻ ഓഗസ്റ്റ് 5-ാം തീയതിയാണ് തിരുവാഭരണം കമ്മീഷണറായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇത് ജൂലൈയിൽ തന്നെ, ജൂലൈ 19-20 തീയതികളിലാണ് ഇത് അവിടെ നിന്ന് അഴിച്ചു കൊണ്ട് പോയിട്ടുള്ളത്, 2019. അപ്പോൾ അതിനുശേഷം 29 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇൻഫർമേഷൻ കിട്ടി, ഇത് ചെമ്പ് പാളികളെല്ലാം ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയിരിക്കുകയാണ്. 2019 ഓഗസ്റ്റ് 29-ാം തീയതി അവിടെ രാവിലെ എത്തുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൂപ്രണ്ട് സ്മിത്ത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ അത് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ പ്രസൻസിൽ കൊണ്ടുവന്ന സാധനം എന്ന് പറഞ്ഞാൽ ചെമ്പ് പാളികളാണ്. പ്യുവർ ചെമ്പാണ്, പ്യൂരിഫൈ ചെയ്ത് ചെമ്പാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് നടപടിക്രമങ്ങൾ പാലിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതിനു വേണ്ടി മാത്രമാണ് അവിടെ പോയത്. അതനുസരിച്ച് ചെന്നുടനെ മഹസർ എഴുതി തൂക്കം നോക്കി ഏൽപ്പിച്ചു. അത് അവർ സ്വർണം പൂശി തിരിച്ചു തന്നു. രണ്ടാമതും തൂക്കി ആ വെയിറ്റ് തമ്മിലുള്ള വ്യത്യാസവും റെക്കോർഡ് ചെയ്ത് എല്ലാവരും ഒപ്പുവിട്ടിട്ടുണ്ട്. അത് 49 പവനോളം വരും. 314.900 ഗ്രാം കണ്ടാണ് ജൂലൈയിൽ കൊണ്ടുപോകുന്നു. ഓഗസ്റ്റ് 29 വിളിക്കുന്നത്. ഈ ഒരു കാലയളവ്, ഈ ഇടയ്ക്കുള്ള ഒരു കാലയളവ് എന്ത് സംഭവിച്ചു? ജൂലൈ 19-20 കൊണ്ടുപോയെങ്കിൽ ഏകദേശം അടുത്ത 29 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 1 മാസം അടുപ്പിച്ചുള്ള കാലയളവിൽ ഇത് സാധനം എവിടെ പോയെന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. നിങ്ങൾ ഇത്രാം തീയതി അഴിച്ചു കൊടുത്തു എന്ന് പറയുന്നു, പക്ഷേ ഇത് എന്തുകൊണ്ട് ഇത്രയും ദിവസം എവിടെയായിരുന്നു? പക്ഷെ അതിനുള്ള ആധികാരിക രേഖകളൊന്നും നമ്മളതിലില്ല. 5/7/2019 ഒരു ROC ഇറക്കിയിട്ടുണ്ട്. അതായത് ഈ പാളികൾ, ചെമ്പ് പാളികൾ ഊരി എടുത്ത് തൂക്കം നോക്കി യഥാവിധി പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബോർഡ് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി പൂശിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ ദേവസ്വത്തിൽ ഇരിക്കുന്ന ഒരു സാധനമാണ്, അത് എന്ത് അടിസ്ഥാനത്തിൽ കൊണ്ടുപോയി? അപ്പോൾ ആ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് ബോർഡിന് അത് ചെയ്യാൻ പറ്റില്ല. മാനുവലിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്വർണം പൂശിയ ചെമ്പ് പാളി എന്ന് അതിൽ പറയുന്നില്ലേ? ഇല്ല, അതിനകത്ത് ചെമ്പ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ചെമ്പ് പാളികളെന്ന് മാത്രമാണ് പറയുന്നത്. വിജയമല്യാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. 1999 ചെയ്തതെന്ന് പറയുന്നു. ഇത് അവിടെ വെച്ചാണ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ. അപ്പം അങ്ങനെ ചെമ്പെന്നും പറഞ്ഞ് എഴുതി കൊടുത്ത ഒരു സാധനം ചെമ്പായിട്ട് തന്നെ ഓർഡർ കൊടുത്തു. അപ്പം ഇതെല്ലാം തന്നെ ഈ രജിസ്റ്ററിൽ നമ്പർ ഇട്ട് ചേർക്കേണ്ടതാണ്. അത് ചേർത്തിരുന്നു എന്ന് വരികിൽ ഈ ഒരു പ്രശ്നത്തിനും ഇടവരൂലായിരുന്നു, സംശയത്തിനും. വിത്തിൻ ദ പ്രിമിസസ് ഓഫ് ദേവസ്വം മാത്രമേ ഈ പണികളെ ചെയ്യാവൂ. അതിന് പുറത്ത് കൊണ്ടുപോകാൻ യാതൊരു നിയമവുമില്ല. അങ്ങനെ ഉള്ള ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ ബോർഡിന് അത് വയലേറ്റ് ചെയ്ത് എങ്ങനെ ഈ ഓർഡർ കൊടുക്കാൻ പറ്റും? 42 കിലോ ഉണ്ടായിരുന്നു, അത് പിന്നീട് 38 കിലോ ആയി മാറി എന്നുള്ള കോടതി വന്ന കണക്കാണ്. ആ കുറവ് സംഭവിച്ചിട്ട് എവിടെയായിരിക്കാം? അത് ചോദിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു ചോദ്യമല്ലേ. ഇത് സ്വർണ്ണമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് കൊണ്ടുപോയത് ചെമ്പാണ്. അപ്പോൾ ആ സ്വർണ്ണം എവിടെ പോയെന്ന് ചോദിക്കുന്നതല്ലേ നല്ലത്. സ്വർണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ തെളിവില്ല. രജിസ്റ്ററിലൊന്നും എൻട്രി ചെയ്തിട്ടില്ല. എത്ര ഗ്രാം ഉണ്ടെന്നും അറിയില്ല. ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണ പീഠത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പീഠത്തിനെ സംബന്ധിച്ചുള്ള അറിവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്രമാധ്യമങ്ങളിലും TV-യിലും ഒക്കെ വന്ന് കേട്ട അറിവാണ് എനിക്കുള്ളത്. ഞാൻ തന്നെ അതിശയിച്ചു, അങ്ങനെ ഒരു സാധനം ഉണ്ടോ, അത് കൊടുത്തിട്ടുണ്ടോ? ദ്വാരപാലക ശില്പം അഴിച്ചെടുക്കുമ്പോൾ ചുമതല ഉണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷണർ ആണെങ്കിലും ബോർഡാണെങ്കിലും ഇതിനകത്ത് ഉത്തരം പറയേണ്ടവരില്ലേ? എല്ലാവരും ഉത്തരം പറയണം. അപ്പം ആ മാസത്തിനകത്ത് പുള്ളി പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പുള്ളിയുടെ പ്രസൻസിലാണോ ഇത് ചെയ്തത്, പുള്ളി ഒപ്പിട്ടിട്ടുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡർ കൊടുത്ത ബോർഡ് ഉൾപ്പെടെ ഇതിന് ഉത്തരം പറയേണ്ടതാണ്. ഏതായാലും 2019 ബോർഡ് ഭരണസമിതിക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്
ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ക്യാമറമാൻ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിൽ എന്താണ് സംഭവിച്ചത് എന്നോ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോ യാതൊരു വ്യക്തതയുമില്ല. ദുരൂഹതയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. പ്രശാന്ത് കൃഷ്ണയുണ്ട് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. തിരുവാഭരണ കമ്മീഷണർ പറയുന്ന കാര്യങ്ങൾ ഒന്ന്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറയുന്ന കാര്യങ്ങൾ മറ്റൊന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഇതിൽ നിന്നും ഒക്കെ തികച്ചും വ്യത്യസ്തമായ മറ്റൊന്ന്. ഇത് രേഖകളിൽ ചെമ്പ് എന്ന് കാണിക്കുകയും സ്വർണമാണെന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. സത്യത്തിൽ എത്ര സ്വർണമാണ് ഉണ്ടായിരുന്നത് എന്നോ അല്ലെങ്കിൽ ഈ ചെമ്പിൽ സ്വർണം പൂശിയതാണോ സ്വർണ്ണ പാളികൾ പതിപ്പിച്ചതാണോ ഇതൊക്കെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ഈ ദേവസ്വം ബോർഡിന്റെയോ മറ്റ് അധികൃതരുടെയോ പക്കലുണ്ടോ? സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിലേക്ക് ഇനി എങ്ങനെയാണ് എത്തുക എന്നതാണ് ഭക്തജനങ്ങളുടെ ചോദ്യം, മലയാളികളുടെ ചോദ്യം. മോത്തി, ഗുഡ് മോർണിംഗ്. ഇതിൽ ശബരിമലയിൽ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് അടിമുടി കുഴപ്പങ്ങളുണ്ട് എന്ന കാര്യം മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണന്റെ വാക്കുകളിൽ വ്യക്തമാണ്. കാരണം RG രാധാകൃഷ്ണൻ തിരുവാഭരണ കമ്മീഷണറായി ചുമതലയെടുക്കുന്നതിന് മുൻപാണ് തിരുവാഭരണ കമ്മീഷണറാണ് ഈ ശബരിമല ദ്വാരപാലക ശില്പത്തിലെ പാളി, അത് ചെമ്പുപാളി എന്ന് പറയുന്നു, അത് സ്വർണ്ണപ്പാളി ആയിരുന്നോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ പുതിയ വിഷയമായി മാറുന്നത്. അപ്പോൾ ആ പാളി 2019 ജൂലൈ മാസത്തിൽ അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുകയാണ്. അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നയിക്കുന്നത് പത്മകുമാറാണ്. അപ്പോൾ ആ ഭരണസമിതിയാണ് ഈ പാളി അഴിച്ച് കൊടുത്തുവിടുന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേക ഉത്തരവ് തന്നെ ഇറക്കി. ആ ഉത്തരവ് ഇറക്കി എന്ന് മാത്രമല്ല, അതിന് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടാൻ വേണ്ടിയാണ് ആ ഉത്തരവ്. അതായത് ഈ ഉത്തരവും അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കുന്നതും ഇത് ശബരിമല സന്നിധാനത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശുന്നതും എല്ലാം തന്നെ നിയമവിരുദ്ധമാണ്. ദേവസ്വം മാനുവലിന് വിരുദ്ധമായ കൃത്യമായ നിയമലംഘനമാണ്. അതാണ് അവിടെ ബോർഡ് ഒരു ഉത്തരവിലൂടെ നടപ്പാക്കുന്നത്. പിന്നെ ആ ഉത്തരവിൽ പറയുകയാണ്, ആ ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത് ചെമ്പ് പാളിയാണെന്ന്. അപ്പോൾ ഇനി തർക്ക വിഷയം വരുന്നത് ഇത് സ്വർണ്ണപ്പാളി ആയിരുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ ഇത് ചെമ്പുപാളി ആക്കിയതാണോ? അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. സമർപ്പിച്ചു എന്ന് പറയുന്നത് എന്താണ്? ഈ ദ്വാരപാലക പ്രതിമയിലെ സ്വർണ്ണപ്പാളിയാണോ അല്ലെങ്കിൽ അത് സ്വർണമാണോ? പത്മകുമാർ ഇന്നലെ കൂടി മാതൃഭൂമി ന്യൂസുമായി പങ്കുവച്ചത് 2019 49 പവൻ സ്വർണം ചെമ്പ് പാളിയിൽ പൂശി എന്നതാണ്. അങ്ങനെയെങ്കിൽ അവിടെ വിജയ് മല്യയുടെ പേരും പ്രസക്തമാവുന്നില്ല. ഇത് കൊടുത്ത ആൾ ആരോ ആവട്ടെ, പക്ഷേ എന്നാലും ഇതൊരു ഭഗവാന് സമർപ്പിച്ച സ്വർണം അതെവിടെ പോയി എന്നറിയാൻ ഏതൊരു പൗരനും ഏതൊരു ഭക്തജനത്തിനും അവകാശമുള്ളതാണ്. ഇത് ചെമ്പാണോ സ്വർണമാണോ എന്ന് നമ്മൾ ഈ ചെമ്പ് തെളിയുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഈ സ്വർണം തെളിയിക്കുക ആരാണ്? മോദി 1999 വിജയ് മല്യ ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂര അടക്കം സ്വർണം പൂശിയിരുന്നു. ഇതിൽ ഏതെല്ലാം ഭാഗത്താണ് അന്ന് വിജയ് മല്യ സ്വർണം പൂച്ചത്? 30 കിലോ സ്വർണമാണ് പൂച്ചത്. ഇതിൽ അത് ഏതൊക്കെ ഭാഗത്താണ് ഈ സ്വർണം പൂശൽ ഉണ്ടായത്, അന്ന് നടപ്പാക്കിയത് എന്നുള്ള അടക്കം നമുക്കിനി വരും ബുള്ളറ്റിനുകളിൽ നൽകാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ദേവസ്വം ബോർഡ് 2019 ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിലൂടെ തന്നെ പറയുന്നത് അവിടെ ചെമ്പുപാളിയായിരുന്നു. ആ ചെമ്പുപാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, അതായത് സ്പോൺസറെ സ്വർണം പൂശുന്നതിന് വേണ്ടി ഏൽപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു വിടാൻ വേണ്ടി ബോർഡ് പറയുകയാണ്. എങ്ങനെയാണ് ദേവസ്വത്തിന്റെ ഒരു ഉരുപ്പടി അത് ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തു വിടുന്നത്? അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിനുശേഷം അന്ന് ചുമതല ഉണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷണർ മാറുന്നു. പുതിയ തിരുവാഭരണ കമ്മീഷണറായ RG രാധാകൃഷ്ണൻ ചുമതലയെടുക്കുന്നു. അദ്ദേഹത്തോട് അവിടെ സ്വർണം പൂശലിന് നേതൃത്വം വഹിക്കാൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുമ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ചെമ്പുപാളിയാണ്. അതിൽ പിന്നീട് സ്വർണം പൂശുന്നു. അതെല്ലാം തന്നെ മഹസറിൽ രേഖപ്പെടുത്തുന്നു. കൊണ്ടുവന്ന പാളിയും പൂശിയതിന് ശേഷമുള്ള പാളിയും ഒരുമിച്ച് വെയിറ്റ് നോക്കി ആ വെയിറ്റിന്റെ വ്യത്യാസമാണ് സ്വർണം പൂശിയതായി കണക്കാക്കുക. അതാണ് ഇന്നലെ പത്മകുമാർ പറഞ്ഞത്. ഇന്നിപ്പോൾ RG രാധാകൃഷ്ണൻ സ്ഥിരീകരിക്കുന്നതുമായിട്ടുള്ള 49 പവൻ സ്വർണം, അതായത് ആദ്യമായി ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൂശിയത് 2019 ദേവസ്വം ബോർഡ് പറയുന്നത്. അതിൽ ഒരു സംശയം RG രാധാകൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്, അതായത് താൻ കാണുന്നത് ചെമ്പുപാളിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇത് സ്വർണ്ണപ്പാളി ആയിരുന്നു എന്നതടക്കം രജിസ്റ്റർ വേണം. അങ്ങനെ രജിസ്റ്റർ ഇല്ല, ഉണ്ടെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അടിമുടി കുഴപ്പങ്ങളാണ് ശബരിമലയിലെ ഉരുപ്പടികളുമായി ബന്ധപ്പെട്ട് സ്വർണം പൂച്ചലുമായി ബന്ധപ്പെട്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഏറ്റവും വിചിത്രമായത് ഈ ഉത്തരവ് തന്നെയാണ്. ഈ ഉത്തരവെന്നത് ഒരു തരത്തിലും നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഇത് ദേവസ്വം മാനുവലിന്റെ
കൃത്യമായ ലംഘനം തന്നെയാണ്. ഒന്ന്, ഒരു വഴിവിട്ട സഹായം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്ന രീതിയിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ വേണ്ടി ആ ഉത്തരവിൽ പറയുന്നു ചെമ്പുപാളി എന്ന് പറയുന്നു. അത് സന്നിധാനത്തിന് പുറത്ത് കൊണ്ടുപോയി ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്നത് കൃത്യമായി തന്നെ നിയമം ഇരിക്കെ ബോർഡ് തന്നെ ഈ നിയമത്തെ കാറ്റിപ്പറത്തിൽക്കൊണ്ട് ഇങ്ങനൊരു ഉത്തരവ് നൽകുന്നത് എന്തിനു വേണ്ടിയായിരുന്നു, അതെന്തെല്ലാം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നെല്ലാം തന്നെ വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനെല്ലാം തന്നെ അന്നത്തെ ഭരണ നേതൃത്വമായ എ പത്മകുമാറിന്റെ ഭരണ നേതൃത്വം മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഏതായാലും പുതിയ വെളിപ്പെടുത്തലാണ് അന്നത്തെ എന്ന് പറയുമ്പോൾ ഈ പത്മകുമാറിന്റെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാൻ ഇതിനോടകം ശ്രമിച്ചു. നമ്മുടെ പ്രൊഡ്യൂസർ സവിത പറഞ്ഞു എന്നോടിപ്പോ, പക്ഷേ ടെലിഫോൺ ലൈനിൽ ലഭ്യമല്ല എന്നാണ് പറയുന്നത്. കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് പ്രേക്ഷകരിലേക്ക് ആ പ്രതികരണങ്ങൾ എത്തിക്കാൻ കഴിയുമായിരിക്കും എന്നും കരുതാം. പ്രശാന്ത്, മറ്റൊരു കാര്യം, ഇനി ഈ പീഠത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാവേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി, എന്തുകൊണ്ട് 2 തവണ ഈ സമർപ്പിച്ച സമർപ്പണങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ഏൽപ്പിച്ച് പുറത്തു കൊണ്ടുപോയി? അത് പാളിയിൽ സ്വർണം പൂശാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയതിനു ശേഷം 1 മാസത്തെ വ്യത്യാസമുണ്ട്. അതവിടെ സ്വർണം പൂശലിനായി കൊണ്ടുപോയി എന്ന് പറയുന്ന ആ സമയത്തിൽ ഈ 1 മാസക്കാലം ഇത് എവിടെയായിരുന്നു? ഇതൊക്കെ ദേവസ്വം ബോർഡും ബന്ധപ്പെട്ടവരും അന്വേഷിക്കേണ്ടതല്ലേ? ഇതിനൊരു കണക്കുണ്ടാവേണ്ടതല്ലേ? ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ജൂലൈ മാസത്തിൽ ഈ അന്ന് ചുമതല ഉണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷണർ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു ബൈജു എന്നൊരു തിരുവാഭരണ കമ്മീഷണറാണ്, അദ്ദേഹത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന സമയത്താണ് ഈ തിരുവാഭരണം അഴിച്ചു കൊടുത്തുവിടുന്നത്. അതിനുശേഷം അപ്പോൾ അത് അങ്ങനൊരു ഇത് അഴിച്ചു കൊടുക്കുന്നു. 1 മാസക്കാലം, 1 മാസത്തിലധികമുള്ള കാലയളവിൽ ഈ സ്വർണ്ണപ്പാളി എവിടെയായിരുന്നു? ക്ഷമിക്കണം, ഈ പാളി അത് സ്വർണ്ണമെന്ന് ചെമ്പെന്ന് ബോർഡ് പറയുന്നു, സ്വർണം പൂച്ചിയതാണെന്നാണ് നമുക്ക് അതുവരെയുള്ള ചരിത്രം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ആ പാളി എവിടെ പോയിരുന്നു, ദ്വാരപാലക പാളി എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. കാരണം 1 മാസത്തിന് ശേഷമാണ് പിന്നീട് ചുമതലയേറ്റ ഈ RG രാധാകൃഷ്ണൻ തിരുവാഭരണ കമ്മീഷണറോട് ഇത് സ്വർണം പൂശുന്നതിനായി ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് എത്താൻ പറയുന്നത്. അവിടെ എത്തുമ്പോഴാണ് ഇവരത് കാണുന്നത്. അപ്പോൾ ഈ ബോർഡ് ഈ 1 മാസക്കാലം ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കസ്റ്റഡിയിൽ വയ്ക്കാൻ ബോർഡ് കൂട്ടുനിന്നോ? അവിടെ എന്തെങ്കിലും തിരിമറികൾ സംഭവിച്ചോ? ഒന്നാമത്തെ കാര്യം, ഇത് കേവലം ഒരു സ്വർണം പൂശിയ ഒരു ഉരുപ്പടി എന്നതിനപ്പുറത്തേക്ക് ശബരിമല സന്നിധാനത്ത് അയ്യപ്പ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു ഉരുപ്പടിയാണ്. അതിന് അതിൻ്റെതായ പൗരാണിക മൂല്യമുണ്ട്, അതിനപ്പുറത്തേക്ക് ഒരു ആത്മീയ മൂല്യമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഈ കാണുന്ന ഒരു ചെമ്പിൻ്റെ വിലയോ, അല്ലെങ്കിൽ ഇപ്പോൾ 42 കിലോ ആണെങ്കിൽ ആ 42 കിലോ ചെമ്പിൻ്റെ വിലയോ, അതിൽ പൂശിയിരിക്കുന്നത് എത്ര പവനാണെങ്കിലും, അതിപ്പോൾ 2019 പൂശിയത് 49 പവനാണെന്ന് പറയുന്നു. അല്ലെ, അതിന് മുൻപ് അതിൽ സ്വർണം പൂശിയിരുന്നെങ്കിൽ അത് എത്ര പവനായിരുന്നെങ്കിലും ആ മൂല്യത്തിന് അപ്പുറത്തേക്ക് ഇതിനൊക്കെ എന്ത് വില കൊടുത്ത് വാങ്ങാൻ തയ്യാറുള്ള അല്ലെങ്കിൽ അത്തരം ആളുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ആന്റിക് പിന്നിലൊക്കെ ഒരു വലിയ റാക്കറ്റ് ഉണ്ടോ, ഒരു അന്താരാഷ്ട്ര റാക്കറ്റ് തന്നെ ഇതിന്റെ പിന്നിലുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതായി തന്നെ ഉണ്ട് പ്രശാന്ത് കൃഷ്ണ. കാരണം അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്കും ഈ സംഭവങ്ങളൊന്നും ദഹിക്കുന്നതല്ല. പ്രശാന്തിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.